ഇന്നലെ പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ആ ഒരു ടാസ്കിൽ ബാഡ്ജ് ജിസേലിന് കിട്ടുകയുണ്ടായി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ ജിസേൽ. ഈ ജിസേലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ വന്ന കുറച്ച് പോസ്റ്റുകളുടെ ഡൗട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പോസ്റ്റുകൾ ആദ്യമേ ഒന്ന് വായിക്കാം. ജിസേൽ എന്ന ഈ സ്ത്രീ ബിഗ് ബോസിൽ ഒരുപാട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇവർക്ക് മേക്കപ്പ് ഇല്ലാതെ സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ ധരിക്കാതെ ക്യാമറയെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒളിച്ചും പാത്തും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുക, ബോഡി സ്യൂട്ട് വസ്ത്രങ്ങൾ ഇന്നേഴ്സ് എന്ന രീതിയിൽ ഉപയോഗിക്കുക, അങ്ങനെ ഫുൾ ഉടായിപ്പാണ് ജിസേൽ നടത്തുന്നത്. ബിഗ് ബോസ് ഇവരെ വാണിംഗ് മാത്രം കൊടുത്തു വിടുന്നത് ബാക്കി മത്സരാർത്ഥികളോട് ചെയ്യുന്ന നീതികേടാണ്. അത് ഒരു പോസ്റ്റ്. രണ്ടാമത്തെ പോസ്റ്റ്, റൂൾസ് തെറ്റിച്ച് ബിഗ് ബോസ് പുറത്താക്കിയില്ല എങ്കിൽ ജിസേൽ ടോപ്പ് 5 വരും. അതാണ് രണ്ടാമത്തെ പോസ്റ്റ്. മൂന്നാമത്തെ പോസ്റ്റ്, അതെന്താ ജിസേലിന് മാത്രം ഒരു നിയമം? അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ മണ്ടന്മാരാണോ? ബാഡ്ജ് നഷ്ടപ്പെട്ടാൽ മേക്കപ്പ് ഇടാൻ പാടില്ല എന്നറിയില്ലേ? അപ്പം എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ബാഡ്ജ് കിട്ടുന്നവർക്ക് അവിടെ മേക്കപ്പ് യൂസ് ചെയ്യാം, പിന്നെ വസ്ത്രങ്ങൾ അവരുടെ സ്വന്തം വസ്ത്രങ്ങൾ യൂസ് ചെയ്യാം. ജിസേലിന്റെ കയ്യിൽ നിന്നും ഈ ബാഡ്ജ് നഷ്ടപ്പെടുകയുണ്ടായി, വേറെ ആരോ എടുത്തു. അപ്പം പക്ഷെ എല്ലാ ദിവസവും ജിസേലിന്റെ മുഖത്ത് മേക്കപ്പ് ഉണ്ട്, എന്നാൽ ഈ വസ്ത്രങ്ങളും ധരിക്കുന്നുണ്ട്. അപ്പം 1 വീക്ക് ആയപ്പോഴത്തേക്ക് ജിസേലിന്റെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ തിരിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. പക്ഷേ മേക്കപ്പ് ഈ 1 വീക്ക് കഴിഞ്ഞിട്ട് മേക്കപ്പ് ഫേസിലുണ്ട്, ഫൗണ്ടേഷൻ ഫേസിലുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പം ഇന്നലെ അനുമോള് ജിസേലിന്റെ ഫേസിൽ നിന്ന് ജിസേൽ ക്ലീൻ ചെയ്യുന്ന ഫൗണ്ടേഷൻ ടിഷ്യൂ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് എടുത്ത് ഇത് കാണിച്ചിട്ട് ഇതെന്താണ്, ഇത് ഫൗണ്ടേഷൻ അല്ലേ, ഞങ്ങളെന്താ പൊട്ടന്മാരാണോ, ഇത് താനിതെന്താ യൂസ് ചെയ്യുന്നത്, ബിഗ് ബോസിന്റെ അനുവാദം ഇല്ലല്ലോ, ബാഡ്ജ് കയ്യിലില്ലല്ലോ, പിന്നെ എന്തിനാണ് താങ്കൾ ഇത് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പം പുള്ളിക്കാരി കുറെ ഉരുണ്ട് കളിക്കുകയുണ്ടായി. പിന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തു. എല്ലാവരും ജിസേലിന് എതിരായി. മറ്റേ ലിപ്സ്റ്റിക്ക് ബാക്കിയുള്ളവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇവര് ലിപ്സ്റ്റിക്കിന് വരെ യൂസ് ചെയ്യുന്നത്. ജിസേലും പറയുന്നുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തത് ബീട്രൂട്ട് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ് ഫേസിലിട്ടേക്കുന്നത് സവാള വെച്ച് ചെയ്ത ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അത് പൊട്ടറ്റമായി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് അത് നിങ്ങൾ എന്തിനാ അറിയുന്നത്, അത് നിങ്ങൾ എന്തിനാ അറിയുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ച് ഭയങ്കര സംസാരമായിരുന്നു രാത്രി. അങ്ങനെ പിറ്റേന്ന് രാവിലെ അതിന് ബിഗ് ബോസിന്റെ ക്ലാരിറ്റി എടുക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു ടാസ്ക് വന്നു ബിഗ് ബോസിന്റെ. എന്താ ടാസ്ക്? ബാഡ്ജ് കയ്യിലുള്ളവരെല്ലാരും 3 പേരിലാണ് ബാഡ്ജ് ഇരിക്കുന്നത്. ഈ ബാഡ്ജ് പുറത്തുള്ള ഗ്രൗണ്ടിലെ റൗണ്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ആ ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റിലെ ഓടിയെടുക്കുന്ന 3 പേർക്ക് ബാഡ്ജ് സ്വന്തമാക്കാം എന്ന് പറഞ്ഞാണ് ടാസ്ക് വന്നത്. അങ്ങനെ റൗണ്ടിൽ 3 ബാഡ്ജും കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് ഗ്രൗണ്ടിൽ 3 ബാഡ്ജും കൊണ്ടുവച്ചിട്ട് ആ റൗണ്ടിൽ വെച്ചിട്ട് മറ്റൊരു റൗണ്ടിന് ചുറ്റും ഇവരെല്ലാവരും നിൽക്കാൻ പറഞ്ഞു, കണ്ടസ്റ്റൻസ് എല്ലാവരും നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് ഓടിയെടുക്കുന്ന 3 പേർക്ക് ഈ ബാഡ്ജ് സ്വന്തമാക്കാം. എന്നിട്ട് ബെൽ കൊടുത്തപ്പോഴത്തേക്ക് ആര്യന് ബാഡ്ജ് കിട്ടി. ആര്യന്റെ 2 ബാഡ്ജ് കിട്ടി. ഒരു ബാഡ്ജ് ആര്യൻ എടുത്തിട്ട് ഒരു ബാഡ്ജ് ഇങ്ങനെ എറിഞ്ഞു. സ്പോട്ടിൽ ജിസേൽ ബാക്കിൽ നിന്ന് വന്ന് കിട്ടിയ പറയുന്ന ആ ബാഡ്ജ് എടുത്തു. 3ാമത്തെ ബാഡ്ജ് കിട്ടിയത് ഷാനവാസിന്. ലൈവില് ജിസേല് ഓടുന്നുണ്ട്, പക്ഷെ ഫ്രണ്ടിൽ അപ്പോഴങ്ങ് വീഴുക. എന്നുവെച്ചാൽ ബാക്കിയുള്ള എല്ലാ റൗണ്ടിലെത്തി, ആ കൂട്ടത്തോടെ എത്തി, പക്ഷെ ജിസേല് മാത്രം ബാക്കില്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയ സംശയം എന്ന് പറഞ്ഞാല് സ്ക്രിപ്റ്റ് ആണോ, ആ ഒരു ടാസ്ക് കറക്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ജിസേലിന്റെ കയ്യിൽ ഈ ബാഡ്ജ് കിട്ടി. അപ്പൊ ബാഡ്ജ് കിട്ടിയപ്പോഴത്തേക്ക് എന്താ മേക്കപ്പ് യൂസ് ചെയ്യാം, വസ്ത്രങ്ങൾ യൂസ് ചെയ്യാം. എനിക്കൊന്നും വസ്ത്രങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റാമെന്ന് തോന്നുന്നു. അപ്പം ലിവിംഗ് റൂമിൽ എല്ലാവരും ചെന്നിട്ട് ബാഡ്ജ് കിട്ടിയവർ ആരൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കൈ കാണിച്ചു. അപ്പം ജിസേലിന് ഈ ബാഡ്ജ് കൊണ്ട് മാത്രം വസ്ത്രങ്ങൾ കിട്ടത്തില്ല, കാരണം മുൻപേ കയ്യിൽ നഷ്ടമായതുകൊണ്ട് ജിസേലിന് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് മറ്റൊരാൾക്ക് കൊടുത്താൽ മാത്രമേ ജിസേലിന് വസ്ത്രങ്ങൾ കിട്ടുകയുള്ളൂ എന്നൊരു റൂൾ വന്നു. അങ്ങനെ ജിസേൽ അത് അഭിലാഷിന് കൊടുക്കുകയുണ്ടായി. അഭിലാഷിന് കൊടുത്തിട്ട് ജിസേൽ
ജിസേൽ വസ്ത്രങ്ങൾ കിട്ടി എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഇന്നലെ പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ആ ഒരു ടാസ്കിൽ ബാഡ്ജ് ജിസേലിന് കിട്ടുകയുണ്ടായി. അപ്പം അതിൽ നിന്നും എനിക്ക് ഭയങ്കരമായ ഡൗട്ടാണ്, ഇത് സ്ക്രിപ്റ്റ് ആണോ ഈ ടാസ്ക്?